വാട്സാപ്പിൽ പല ആളുകളുടെയും പ്രൊഫൈൽ നെയിം നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള സ്റ്റൈലിഷ് ഫോണ്ടുകളിൽ അവർ സെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഒരുപാട് ആളുകൾ ഇതുപോലെ തന്നെ സ്റ്റൈലിഷ് ഫോണ്ടിൽ തന്നെയായിരിക്കും അവരവരുടെ പ്രൊഫൈൽ നെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക. ഇതുപോലെ നമുക്കും ഒന്ന് സെറ്റ് ചെയ്താലോ? ഇനി വാട്സാപ്പിൽ നമുക്ക് ഇതുപോലെ തന്നെ പല സ്റ്റൈലിഷ് ഫോണ്ടുകളിലും മെസ്സേജുകൾ അയക്കാനും സാധിക്കും. ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. രണ്ട് മെത്തേഡ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഒന്ന്, വെബ്സൈറ്റിലൂടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷനിലൂടെയും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ആ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആപ്ലിക്കേഷൻ തന്നെയാണ് ഏറ്റവും ഉത്തമം. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ലഭിക്കും. ഇതിൽ പെർമിഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ അത് വേണമെങ്കിൽ അലോ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഡോൺ അലോ കൊടുത്താൽ മതി. ഓക്കെ, ഞാനിവിടെ അലോ കൊടുക്കുകയാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഇഷ്ടം പോലെ നമുക്ക് സ്റ്റൈലിഷ് ഫോണ്ടുകൾ കാണാൻ സാധിക്കും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഒരുപാടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിപ്പോൾ വാട്സാപ്പിൻ്റെ പ്രൊഫൈൽ നെയിം മാറ്റണം എന്നുണ്ടെങ്കിൽ എന്താണ് നെയിം വേണ്ടത്? ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫൈസൽ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പേരിലുള്ള എല്ലാ ഫോണ്ടുകളും ഇവിടെ കാണാൻ സാധിക്കും. ഇതാ, നല്ല ബ്ലൂ കളറിലുള്ള ഫോണ്ട് വേണമെങ്കിൽ അങ്ങനെ, പിന്നെ ഈ രൂപത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഒരുപാട് ഫോണ്ടുകളുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നിന്നും നല്ലൊരു സ്റ്റൈലിഷ് ഫോണ്ട് ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. ഇതാ, ഈ ഒരു ബ്ലൂ കളർ തന്നെ ആയിക്കോട്ടെ. ഇവിടെ കോപ്പി എന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. നടുവിലുള്ള ആ ഒരു ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ആയതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക, എന്നിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ പ്രൊഫൈൽ നെയിം കാണാം, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന നെയിം എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് മായ്ച്ചു കൊടുക്കുക. ആ പേര് മായ്ച്ചിട്ട് ഇവിടെ ക്ലിപ്പ് ബോർഡിൽ ഓൾറെഡി ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൻ്റെ ബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും. ഇല്ല എങ്കിൽ ഇവിടെ മുകളിൽ കാണുന്ന ആ ഭാഗത്ത് ലോങ് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നേരത്തെ കോപ്പി ചെയ്തത് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സേവ് എന്ന ഭാഗം താഴെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു പേര് സ്റ്റൈലിഷ് ഫോണ്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലിൻ്റെ നെയിം ഈ രൂപത്തിലായിട്ടുണ്ടാകും. ഓക്കെ, ഇനി വാട്സാപ്പിൽ സ്റ്റൈലിഷ് ഫോണ്ടിൽ എങ്ങനെ നമുക്ക് മെസ്സേജ് അയക്കാമെന്ന് നോക്കാം. വീണ്ടും ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ എന്താണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇംഗ്ലീഷിൽ മാത്രമാണ് ഇതിൽ സപ്പോർട്ട് ആകുക, മറ്റുള്ള ഭാഷകൾ ഇവിടെ സപ്പോർട്ട് ആകുകയില്ല. ഓക്കെ, ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ ഇവിടെ ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഹൗ ആർ യു എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നല്ല നല്ല ഫോണ്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ഞാനിപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഫോണ്ട് ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ തന്നെ വാട്സാപ്പിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഞാൻ 2 വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഏതിലാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആർക്കാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ വ്യക്തിയെ ഇവിടെ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ എൻ്റേതായ ഒരു ഐഡിയിൽ തന്നെ ഇവിടെ സെൻഡ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു ഫോണ്ടിൽ ഇവിടെ ഹൗ ആർ യു എന്ന് നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വ്യത്യസ്ത ഫോണ്ടുകളിൽ വ്യത്യസ്തമായിട്ട് പല കാര്യങ്ങളും എഴുതിയിട്ട് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് വാട്സാപ്പിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ മറ്റൊരു ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് വാട്സാപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇഷ്ടമുള്ള സുഹൃത്തുക്കൾക്ക് ഇതുപോലെ അയച്ചു കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് ഫോണ്ടും ഇവിടെ നിന്ന് തിരഞ്ഞെടുത്തിട്ട് അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് വാട്സാപ്പ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ വാട്സാപ്പിലെ പ്രൊഫൈൽ നെയിം സ്റ്റൈലിഷ് ഫോണ്ടാക്കി മാറ്റിയിട്ടുണ്ടെങ്കിലും നമ്മളെ ഇതിനു മുമ്പ് കോൺടാക്റ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തവർക്കൊന്നും ഇത് കാണിക്കില്ല. പുതുതായിട്ട് നമ്മളെ ആഡ് ചെയ്ത എല്ലാവർക്കും ഈ ഒരു സ്റ്റൈലിഷ് ഫോണ്ട് തന്നെയാണ് കാണിക്കുക. അതുപോലെ തന്നെയാണ് ഗ്രൂപ്പിലും. പുതുതായിട്ട് നമ്മളെ ഗ്രൂപ്പിൽ ആരെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു സ്റ്റൈലിഷ് ഫോണ്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത ദിവസത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.